ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹോപ്പ് ഓൾ ആർ ഡൂയിങ് ഗ്രേറ്റ്. നമ്മുടെ കൂടെ ട്രിപ്പിന് വന്ന മുബീസ് കിച്ചണിൽ മുബിത്തയില്ലേ, ഞാൻ വീഡിയോയിൽ കണ്ടായിരുന്നല്ലോ. അപ്പോൾ മൂപ്പർ എനിക്ക് കുറച്ച് അച്ചാറുകൾ കൊടുത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ അത് കൊറിയർ ഓഫീസിലെത്തിയിട്ട് എനിക്ക് വിളി വന്നായിരുന്നു. ഉച്ചക്കേ വിളിച്ചായിരുന്നു. അപ്പം നല്ല വെയിലായതുകൊണ്ട് വെയിൽ കുറയട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഇത്രയും ടൈം കൊതിക്കടിച്ച് പിടിച്ചിട്ട് നിന്നു. ഇനി ഏതായാലും എനിക്ക് നിൽക്കാൻ പറ്റില്ല, വെയിലൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അത്യാവശ്യം. അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയിട്ട് വാങ്ങിയിട്ട് വരട്ടെ. വന്നിട്ട് ഓപ്പണിംഗ് വീഡിയോ ഒക്കെ കാണാം. നമുക്ക് ഏതൊക്കെ അച്ചാറുകളാണുള്ളതെന്നും എന്താണ് അതിൻ്റെ ടേസ്റ്റ് എന്നൊക്കെ ഉള്ളത് ഞാൻ വിശദീകരിച്ചിടുന്നതാണ്. അപ്പം ഞാൻ പോയിട്ട് വാങ്ങിയിട്ട് വരാം. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ വണ്ടി. അപ്പോൾ ഗൈസ് ഞാൻ പോവുകയാണ്, അച്ചാർ വാങ്ങിയിട്ട് വരട്ടെ. രണ്ട് സാധനം ഉണ്ടോ? ഗൈസ് ഞാൻ വീട്ടിൽ എത്തിയിട്ടുണ്ട്. അച്ചാർ വാങ്ങിയിട്ട് ഇതിന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇങ്ങനെ കെട്ടി, ഇങ്ങനെ കെട്ടി കൊടുത്താ. അങ്ങനെയല്ല, ആ ഇന്നില്ല. എൻ്റെ മോനാട്ടാ അൺബോക്സ് ചെയ്യുന്നത്. കഷ്ടപ്പെടുക്കുമ്പോൾ നല്ല മണം മണ്ണുണ്ട്. നമുക്ക് വിലയ്ക്ക് മൂക്കറിഞ്ഞ എല്ലാം ആദ്യം എടുത്തിട്ട് ഇടിങ്ങനെ വെക്കും. അതിനുശേഷം പൊളിക്കാം. നേരെ കുത്തനെ വെക്കും. വായു പൊട്ടും. ചവിട്ടല്ല മോളെ. ഒന്നും കൂടി മുറിക്കുക. അടക്കത്രയാണ് ഇതാണ് മുറിക്കണ്ടത്. ചെറിയ സാധനം ചെറിയ ടേസ്റ്റ് ഒക്കെ ഉണ്ട്. ഫിഷ് അവിടെ വെക്ക്. ഫാത്തിമ അടുത്ത് നിച്ച മോളെ. ഡേറ്റ്
അച്ചറ ഒരു സീറ്റ് lemon and dates. ഫാത്തിമാടെ വെക്ക് മറിയൂ. ബീഫ് അച്ചാറുണ്ട്, ബീഫ് അച്ചാർ. ആ ഏതാന്ന് അതാന്ന് തോന്നുന്നു. അല്ല ഇരുമ്പുളി ഇതാന്ന് തോന്നുന്നു. അന്ന് രസമുണ്ടല്ലേ. ആ ഇതാണ് ബീഫ്. നാരങ്ങ അതൊന്നച്ചാറും ഒന്ന് ചെറിയ നെല്ലിക്കുപ്പിലിട്ടതും. മുറുക്കി കത്രികരെ കൊണ്ട് മുറുക്കി കട്ടി. ഫാത്തിമ നേർക്ക് വെക്ക, ഇതായി വീണ് പോകും മോളെ. അത് കടുമാങ്ങ. കടുമാങ്ങ ഇതെല്ലാം കണ്ണിമാങ്ങ, അരിനെല്ലിക്ക ഉപ്പിലിട്ടത്. അത് പിടിച്ചോട്ടെ. ഇത് ഫിഷ് അച്ചാറാണ്, 100 ഗ്രാമാണ് കേട്ടോ. ഇത് ലെമണിൻ്റെ ചില്ലി. ഇത് ലെമൺ തന്നെ, അതിൻ്റെ യെല്ലോ. ഇത് നമ്മുടെ ലെമൺ ആൻഡ് ഡേറ്റ്സിൻ്റെതാണ്. ഇത് ബീഫ് അച്ചാർ. ഇതും ഫിഷാണ്. ഫിഷ് 2 തരത്തിലുള്ളതുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഇരുമ്പൻ പുളി. ഇത് ഡേറ്റ്സിൻ്റെ അച്ചാറാണ്. കഴിഞ്ഞോ?
എന്തുണ്ട് നല്ല ടേസ്റ്റ് ഫാത്തിമ പറ യമ്മി രസമുണ്ടാ? എന്താ പുളിയും അതിനും ഇത് നമ്മുടെ കടുമാങ്ങ അച്ചാറാണ്. നല്ല എരിവുണ്ട്. കൊടുക്ക് ഫാത്തിമ ഇങ്ങോട്ട് കുത്തേ. നല്ല പുളിയും ടേസ്റ്റും ചൊയ്യും. എന്നാ ചേക്കുന്നത്? അതന്നെ പുളിയുടെ അല്ലേ? ആ തുറക്ക്. നല്ല പുളിയുണ്ട്, ടേസ്റ്റും ഉണ്ട്. അതാണേ അല്ലല്ല ഡേറ്റ്സ് ഉണ്ട്. നീ കുറച്ചെടുത്താ മതി. നീ എന്താ പാടെടുത്ത് നിന്ന് നല്ല ചോയും അങ്ങനൊന്നും പറയണ്ട. എങ്ങനെയുണ്ട് പറഞ്ഞത്? ചോയുണ്ട് അത്രയോ. ആൻഡ് ഡേറ്റ്സ് ആണ്. ആ തരാ കുട്ടിപ്പട്ടാളം. വെള്ളം കുടിക്കല് വെള്ളം കുടിക്കുന്നു. അച്ചാറ് തിന്നുന്നു. ഭയങ്കര ചോയ. അങ്ങനെ പറയല പട്ടാ. പിന്നെ അച്ചാറ് പിന്നെ അച്ചാറിന്റെ ചോയ ഉണ്ടാവില്ലേ? ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ല നോക്കിയിട്ട് ഇങ്ങോട്ട് ചിരിച്ചിട്ടല്ലോ പറ. ഇഷ്ടപ്പെട്ട കോരുന്ന പോലെയാക്ക്. രസണ്ടാ? പിച്ചു നിനക്ക് ഇതില് ഏറ്റവും ഇഷ്ടപ്പെട്ട അച്ചാർ ഏതാ? പാപ്പുന് ഏതാ ഇഷ്ടായേ? ഓക്ക് നെല്ലിക്ക ഉപ്പിലിട്ടതാണ് ഇഷ്ടപ്പെട്ടത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതായിരുന്നു, ലെമൺ. പിന്നെ അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതായിരുന്നു. ഫാത്തിമാക്കും അതാ നെല്ലിക്ക. പിന്നെ സെക്കൻഡ് എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത്, ലെമൺ റെഡ് അല്ലേ? തേർഡ് കച്ചവടം കണ്ണിമാങ്ങ കടുകുമാങ്ങ കടുമാങ്ങ അച്ചാറ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ലെമണിൻ്റെ വില വന്ന്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഫിഷിൻ്റെ ആ തെരണ്ടിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ലെമൺ ആൻഡ് ഡേറ്റ്സ്. പിന്നെ ഈ ഫിഷാണ്. എനിക്ക് ഇഷ്ടപ്പെടാത്തത് ബീഫാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്. ഫാത്തിമാക്കും അതാ നെല്ലിക്ക. പിന്നെ സെക്കൻഡ് എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത്, ലെമൺ റെഡ് അല്ലേ? തേർഡ് കച്ചവടം കണ്ണിമാങ്ങ കടുകുമാങ്ങ കടുമാങ്ങ അച്ചാറ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ലെമണിൻ്റെ വില വന്ന്.
എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. 11 and 8. അപ്പോൾ ഗായ്സ് എൻ്റെ മോൻ്റെയും മോളുടെയും അച്ചാർ കഴിച്ചിട്ടുള്ള റിയാക്ഷനും റിവ്യൂ ആണ് നിങ്ങൾ കണ്ടത്, ജെനുവിൻ റിവ്യൂ. അപ്പോൾ അച്ചാർ ലവേഴ്സ് ആയിട്ടുള്ള ഏതൊരാൾക്കും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ആളാണ് നമ്മുടെ മുബീസ് കിച്ചണിലെ മുബിത്ത. മൂപ്പരുടെ അച്ചാർ ഒരു പ്രാവശ്യം കഴിച്ചാൽ എന്തായാലും മൂപ്പരുടെ ഫാനായിട്ട് മാറും, ഉറപ്പാണ്. ഞാൻ ശരിക്കും മൂപ്പരുടെ ഫാനായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നോൺ വെജിൻ്റെ അച്ചാർ അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് അതിനോടത്ര ഒരു എനിക്കോ എൻ്റെ മക്കൾക്കോ അതിനോടത്ര താല്പര്യമില്ല. അപ്പോൾ അതിൻ്റെ ഇതായിട്ട് ഞങ്ങൾക്ക് അത്ര തോന്നിയിട്ടില്ല. അപ്പം അത് ഇഷ്ടപ്പെടുന്നവർക്ക് ബെസ്റ്റാണ്, നല്ല സൂപ്പറാണ് മൂപ്പര്. ഞാൻ മൂപ്പരുടെ നമ്പർ താഴെ കൊടുക്കുന്നതാണ്, വാട്സാപ്പ് നമ്പർ. ആവശ്യമുള്ളവർക്ക് അതിലേക്ക് ഓർഡർ ചെയ്യാം. അല്ല നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മൂപ്പരുടെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതിലൊന്ന് വിസിറ്റ് ചെയ്യുക, ഒന്ന് നോക്കുക. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ മൂപ്പരുടെ അച്ചാറൊന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്യുക. ബൈ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും अस्सलाम वालेकुम. खुश रहिए, प्यार बांटिए. बाय.